അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി ഗെയിം, കുഞ്ഞ് ഗെയിം ചാനൽ. വെറൈറ്റി എന്നല്ല കേട്ടോ, എല്ലാവരും ചെയ്യുന്നത് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോ ആണ്. നേരത്തെ മിനി വ്ളോഗ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ആദ്യത്തെ വീഡിയോ ആണ്. കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്താണ്? എൻ്റെ ആണ്. ഇതെൻ്റെ അനിയത്തിയാണ്. ഇതെൻ്റെ ഏറ്റവും ഉള്ള അനിയത്തിയാണ്. എൻ്റെ സ്വന്തം, എൻ്റെ ബ്ലഡാണ്. ഇത് എൻ്റെ നാത്തൂനാണ്. നാത്തൂൻക്കാളുപരി എൻ്റെ ഫ്രണ്ടുമാണ്. അപ്പോൾ വീഡിയോഗ്രാഫർ. ഇനി വീഡിയോഗ്രാഫർ. ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത് എൻ്റെ മൂത്ത അനിയത്തിയാണ്. അപ്പോൾ ഏറ്റവും കൂടെ എൻ്റെ അനിയത്തിക്ക് അറിയാമോ, ഇനി എൻ്റെ നാത്തൂനും ഫ്രണ്ടുമായ ഇവക്കറിയാമോ എന്ന് നോക്കാം. ഇവിടെ അടിയായിരിക്കും. ഇവിടെ ചിത്തു മനസ്സിൽ വിചാരിക്കണത്, പറയണത് ഇങ്ങനെയാണ്: എടി ത്രവു, നീ വേണം ജയിക്കാൻ എന്നാണ് അവള് പറയുന്നത്. കാര്യം അവളാണ് എന്നെ കണ്ടു തുടങ്ങുന്നത്. ഇവിടെ ഇപ്പൊ കണ്ടു തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഞാൻ നമ്മുടെ ചലഞ്ചിന് വേണ്ടിയിട്ട് പ്രോപ്പർട്ടി ആയിട്ട് നമ്മുടെ ബുക്കും പേനയും കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ മാത്രമേ ബുക്കും പേനയുള്ളൂ, ഇവരുടെ കയ്യിലില്ല. ബുക്കും പേനയിൽ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. എന്നുവെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 2 ക്വസ്റ്റ്യൻ ഇവിടെ കണ്ടു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തെ ഇങ്ങനെ മടിയിൽ ഇങ്ങനെ വെച്ചിരുന്നു ഗൈസ്. ഇവിടെ അറിയാതെ എടുത്ത് നോക്കി. അറിയാതല്ലേ, ഇവിടെ അറിഞ്ഞുകൊണ്ട് എടുത്ത് നോക്കി. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കണ്ടെന്ന് ഞാൻ വിചാരിക്കുവാണ്. പോട്ടെ, കുഴപ്പമില്ല. മാത്രമല്ല, എന്തോന്ന് പറയുമെന്ന് അയ്യോ മറന്നുപോയി. എനിക്ക് ചിരി വരുന്നു ഗൈസ്. ഞാൻ പറയാം, ഗെയിം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹൂ നോ മീ ബെറ്റർ എങ്ങനെയാണ് കളിക്കുന്നതെന്ന്. പലരും പല രീതിയിൽ കളിക്കുന്നുണ്ട്. ഇവിടെ ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മളും കളിക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ മാത്രമേ ബുക്കും പേനയും ഉള്ളൂ. ഞാൻ ഇവരുടെ പോയിന്റും എഴുതും. അതുപോലെ തന്നെ ഇതിനകത്താണ് ക്വസ്റ്റ്യൻസ് എഴുതിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും എന്താണ്, ഞാൻ പറയുന്ന ക്വസ്റ്റ്യന് പെട്ടെന്ന് എന്ന് വെച്ചാൽ കൈ പൊക്കണം, അടിയാവും. അല്ലെങ്കിൽ ലാസ്റ്റ് ആരാണ് ഫസ്റ്റ് കൈ പൊക്കുന്നത് അവർ ഉത്തരം പറയും. അതിപ്പോൾ റോങ് ആവണമെങ്കിൽ അടുത്ത ആൾ ഉത്തരം പറയും. അവരും റോങ് ആണെങ്കിൽ 2 പേർക്കും മാർക്ക് ഇല്ല. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയാണല്ലോ, ഫസ്റ്റ് ഇവിടെ കണ്ടോണ്ട് നമ്മൾ ഇടയ്ക്കുന്നാണ് വിളിക്കണേ. എനിക്ക് പോകാൻ താല്പര്യമുള്ള എൻ്റെ ഡ്രീം പ്ലേസ് എവിടെ? ഓക്കെ, കാശ്മീർ തന്നെ ഗൈസ്. ചിത്തുവിന് മാർക്ക് ഇട്ടിരിക്കുന്നു. ഞാൻ വേറെ എഴുതട്ടെ. അവർക്ക് അറിയാൻ കേട്ടാ, പിന്നെ അവള് കൈ പൊക്കാനായിട്ടുള്ള താമസത്തില്ല. ചിത്തു നോക്കണ്ട. അപ്പോ 1 പോയിന്റ് ചിത്തുവിന് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അടുത്തതെന്ന് പറയുന്നത്, എൻ്റെ ചെരുപ്പിന്റെ സൈസ് എത്രയാണ്? 9. അല്ല, 8. ഇനി പറയാൻ പറ്റില്ല, 8. അത് ചിലപ്പോ ഒന്നും പറയണ്ട. വീടിനുണ്ട്. അതെനിക്ക് ലെക്കിന് കിട്ടി. ഈ മന്ദൂട്ടി പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടൂലേ, നമുക്ക് അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇനി അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എൻ്റെ ഫേവറേറ്റ് കളർ അവളു റെഡ്. നോ, ഇനി പറയില്ലേ. എനിക്ക് മുമ്പ് ഗൈസ്, എനിക്ക് പണ്ട് റെഡ് ആയിരുന്നു ഭയങ്കര ഇഷ്ടം. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഇടക്കാലത്തോട്ട് റെഡ് കണ്ണെടുത്താൽ കണ്ടൂടെ. എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. അതുകൊണ്ട് അവൾ പറഞ്ഞു. കാരണം ഇതിനു മുമ്പ് ഞാൻ ഈ കളിക്കുന്നതിന് മുമ്പ് നമ്മുടെ കളി ഇതാണെന്ന് അറിയാം. അപ്പൊ കളി ഇതാണെന്ന് അറിയാം. എൻ്റെ അടുത്ത് കുറെ നേരം കൊണ്ട് ചോദിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ എൻ്റെ ഈ ക്യാമറ കളിക്കുന്ന സഹോദരിക്ക് അവള് പറഞ്ഞ റെഡോ ബ്ലാക്കോ ആണ്. റെഡ് പക്ഷെ ഇപ്പൊ ഇവർക്ക് അറിയാം റെഡ് എനിക്ക് താല്പര്യമില്ല. കാര്യം കല്യാണ സാരി എടുക്കാൻ നേരത്തെ ഒരു റെഡ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ഇപ്പം റെഡ് ഡ്രസ്സൊക്കെ കുറവാണ്. ഞാൻ റെഡ് എനിക്ക് കണ്ടുകൂടാ. കുറച്ച് എനിക്ക് തോന്നുന്നു മൈന്യൂട്ട് ഡ്രസ്സുകളേ ഉള്ളൂ. ബ്ലാക്കാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. ഓക്കെ, ചിത്തു തേടി. എടി നീ അനിയത്തിയാണ്, അടി നീ മന്ദബുദ്ധിയാണ്. അടുത്തത്, എനിക്ക് ഏറ്റവും പോകാൻ ഇഷ്ടം, ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷൻസ് പറഞ്ഞു. അതിന് ഓപ്ഷൻ ഉണ്ട്, ചാടിക്കറി ഇങ്ങനെ ആക്കരുത്. എനിക്ക് പോവാൻ ഇഷ്ടമുള്ള വാഹനങ്ങൾ ഏതെന്ന് വെച്ചാൽ ബൈക്ക്, കാറ്, ബസ്, ഫ്ലൈറ്റ്, ട്രെയിൻ. ബൈക്ക്. എന്റെ ഫേവറേറ്റ് നമ്പർ പറ. 9. 9 പറ. 3.
തെറ്റി guys. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. എന്റെ 8 എനിക്ക് ഇഷ്ടം. ഞാൻ പറയൂലേ, അവക്കറിയാം 8 ഇഷ്ടം. 8 ഇഷ്ടപ്പെട്ട കാണുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് 8 ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്ക് 8 ഭയങ്കര ഇഷ്ടമാണ്. 8 അത് കഴിഞ്ഞാൽ പിന്നെ 2നോടാണ് താല്പര്യം. കാരണം ഓക്കെ. ഇനി എന്റെ ഫേവറേറ്റ് കളർ പറഞ്ഞായിരുന്നല്ലേ, സോറി. ഫേവറേറ്റ് ഫുഡ് ഇപ്പൊ പറഞ്ഞ ബിരിയാണി, നീ പറ. KFC അല്ലെങ്കിൽ ബ്രോസ്റ്റഡ്. യെസ് കറക്റ്റ്, ബ്രോസ്റ്റഡ്. KFC എനിക്ക് ഇഷ്ടം ബ്രോസ്റ്റഡ് ചിക്കൻ. അത് നേരത്തെ ഞാൻ ഇവിടെ ചോദിച്ചെങ്കിലും എനിക്ക് അറിയായിരുന്നു KFCയുടെ കാര്യം. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വിളിക്കുമ്പോൾ ഗൾഫിലായിരിക്കുമ്പോൾ വിളിക്കുമ്പോൾ അത്ര ഇവിടുത്തെ സംസാരിക്കുമ്പോൾ കേക്സിനെ പറ്റി സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടനും അറിയാം ഞാൻ കൂടുതൽ. ലുലുവിൽ പോകുന്ന പറഞ്ഞായിരുന്നു ഇവർക്കൊക്കെ. പിന്നെ ബിരിയാണി എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എങ്കിലും ഒരു പടി മുകളിൽ KFC ആണ്. പോട്ടടി പോട്ട്. ഇനി അടുത്തത് എന്റെ വെഡിങ് ഡേ. ഡേറ്റ് അല്ല ഡേ ആണ് പറഞ്ഞത്. ഫുൾ ചോദ്യം കേട്ടിട്ട് കൈവക്കാം. ഡേ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ. അവർക്കറിയാം, കാരണം സ്കൂളിൽ പോകണ്ട, അതുകൊണ്ട് അറിയാം. ഞാൻ ഉണ്ണിമായി ചേച്ചിയുടെ കല്യാണം സൺഡേ ആയിരുന്നു. അപ്പൊ 14 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഞാൻ അതേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത് ചെയ്യാനാണ് താല്പര്യം. ഫോട്ടോ, വീഡിയോ. ഞാൻ പറയട്ടെ, ഡാൻസ്. കാര്യം ഇവിടെ ഞാനും ആ കാര്യത്തിൽ ഭയങ്കര ഒരു ഇതാണ്. ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് രണ്ടുപേർക്കും ഡാൻസ് എന്ന് വെച്ചാൽ. അതുകൊണ്ടാണ് അവള് പറഞ്ഞത് ഫോട്ടോ എനിക്ക് തൊട്ട് താഴെയാണ്. ഓക്കെ. ഭയങ്കര ചലവറാവണല്ലേ. എന്റത് ഭയങ്കര കിളി ശബ്ദമായിരിക്കും. എന്റെ പാറയിൽ ഒരച്ച ശബ്ദം. നിന്റെ ത്രിഭുവിന്റെ കുഴപ്പമില്ല, എന്റേതായിരിക്കും ഏറ്റവും. എന്റെ പാറ വെച്ച ശബ്ദം കേട്ടോ ഗൈസ്. അയ്യോ എവിടെ പോയി. ഓക്കെ. എന്റെ ബർത്ത്ഡേ കറക്റ്റ് പറയണം, വർഷം, മാസം, ഡേറ്റ്. 2003 ഫെബ്രുവരി 9. നീ പറ. 2002 ഫെബ്രുവരി 9. കറക്റ്റ്. അയ്യോ എന്റെ സ്വന്തം അനിയത്തിക്ക് ഇത്രയും വർഷം. ഞാൻ ഇവിടെ തമ്മിൽ ഏകദേശം 9-9.5 വയസ്സിന് ഡിഫറൻസ് ആണ്. എന്നിട്ട് ഇവക്ക് എന്നാ എന്റെ ബർത്ത്ഡേ അറിഞ്ഞുകൂടാ. ഇവിടെ ഞാനും കൂട്ടുകൂടിയിട്ട്, ഞാനൊരു സത്യം പറയാം, ഞാനും ഇവിടെ തമ്മിൽ കൂട്ടുകൂടിയിട്ട് എന്റെ കല്യാണം അനുബന്ധിച്ച് ഇൻവിറ്റേഷൻ, എനിക്ക് ഇവിടെ അറിയാമെങ്കിലും ഞാൻ അങ്ങനെ ഇവളുമായിട്ട് ഭയങ്കര കണക്റ്റിങ് ഒന്നുമില്ല, നമ്മൾ ചാറ്റിങ്ങും ഇല്ല, കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ സത്യം പറഞ്ഞ ഞാൻ ഇവളായിട്ട് കണക്റ്റ് ആവണമെന്ന് വെച്ചാൽ ഡാൻസ് കല്യാണത്തിന് ഇൻവിറ്റേഷൻ വിളിച്ചു. എന്നിട്ട് അവൾ ഇങ്ങോട്ട് വെച്ചു ഡാൻസ് ഒന്നും കളിക്കില്ല. അങ്ങനെ നമ്മൾ സെറ്റ് ആയിരുന്നു. അന്ന് തൊട്ട് ഭയങ്കര കമ്പനിയാണ്. 1 വർഷം പോലും ആയിട്ടില്ല. എന്നിട്ട് അവക്ക് എന്റെ ബർത്ത്ഡേ അറിയും. ഇവക്ക് അറിഞ്ഞൂടെന്ന് വെച്ചാൽ 2003 9/2/2002 എന്റെ ബർത്ത്ഡേ. നീ തെറ്റിച്ചേട്ടാ. നീ എന്തിനനിയെത്തി? അവിടെ മാർക്ക് വാങ്ങുകയാണ്, നീ 2 മാർക്കും വെച്ചിരുന്നോ? നീ എന്തിനിങ്ങനെ കൂട്ടണത്? അല്ല മായാമോഹിനി സിനിമയില്. ഓക്കെ. എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ് ഇടി മൊത്തം കേക്ക്. ഫേവറേറ്റ് ബ്രാൻഡ് ഐസ്ക്രീം അമൂൽ. യെസ് കറക്റ്റ്, അമൂൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമൂലുള്ളത്. ഇപ്പം തന്നെ ഗൾഫിൽ പോയിട്ട് അവിടെ ക്യാപ്റ്റൻ മാളിൽ മാത്രമേ ഇത് ഞാൻ കാണുള്ളൂ. റയറാണ്, കിട്ടാൻ റയർ. ഞാൻ നോക്കിയാലും മാളിലൊക്കെ കയറുമ്പോൾ റയറായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമൂലും മിൽമയും. ഭയങ്കര ഇഷ്ടമാണ്. അമൂലാണ് ഫസ്റ്റ്. ഓക്കെ. ഞാൻ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ? അവള് പൊക്കി എക്സ്ട്രോവേർട്ട്. ജസ്റ്റ്. അടുത്തത് ഫേവറേറ്റ് ആക്ടർ. ദിലീപ് ഫേവറേറ്റ് ആണ്. അല്ലെന്നല്ല, ഞാൻ നിങ്ങള് മലയാളം മാത്രമാണോ വിചാരിച്ചത്? ഞാൻ തമിഴും കൂടെ ചേർത്താണ് പറഞ്ഞത്. ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് സൂര്യനാണ് ഇഷ്ടം. ഇവര് മലയാളമാണ് വിചാരിച്ചത്. എന്റെ ഭാഗത്തും തെറ്റാണ്. ക്വസ്റ്റ്യൻ ക്യാൻസൽ. ഭാഗ്യം കേട്ടോ.
ഫേവറേറ്റ് എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്, പഠിക്കാൻ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ബയോളജി. അവള് പറഞ്ഞു മലയാളം. മലയാളം സത്യം പറഞ്ഞാൽ എനിക്ക് ബയോളജിയാണ് ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബയോളജി. ബയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കൊരു +2 ഒക്കെ ആയ ശേഷം എനിക്ക് ബയോളജിയോട് തീരെ താല്പര്യം കുറഞ്ഞു. പക്ഷെ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന അത്രയും മലയാളവും ട്യൂഷൻ സെന്ററുകൾ അത്രയും പഠിപ്പിക്കുന്ന എനിക്ക് കിട്ടുന്നല്ല മലയാളം. എനിക്ക് ആദ്യം അതിനോട് താല്പര്യം. പിന്നെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഏറ്റവും നല്ലത് മലയാളം. TTC ആണ് ഞാൻ പഠിച്ചത്. അപ്പൊ അതിൽ എനിക്കിപ്പോ ഇഷ്ടം മലയാളത്തിനോടാണ്. എന്നെ വെച്ച് ഭയങ്കര മലയാളം ഞാനും അത്ര ഒരു കൊച്ചു നിനക്ക്. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഏകദേശം തീരാറായിട്ട് ഇല്ല, ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. എന്റെ ഫേവറേറ്റ് ഡ്രസ്സ് അവള് അവക്കെന്നല്ല എന്നെ കാണാൻ എല്ലാവർക്കും അറിയാം. കൈപൊക്കാൻ ആവശ്യമുണ്ട്. അല്ല, ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. എന്റെ വീട്ടുകാർക്കെന്നല്ല, എന്റെ നാട്ടുകാർക്കും ഫ്രണ്ട്സിനും ഇൻസ്റ്റഗ്രാമിലുള്ള ആൾക്കാർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നന്നായിട്ട് എടുക്കുകയും ചെയ്യും അറിയാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ മറന്നു. ഐ മീൻ അത് ഞാൻ ഓർത്തില്ല. ഇത് ചോദിച്ചാൽ ശരിയാവൂല. വേണ്ട, അത് എനിക്ക് അറിഞ്ഞൂടാ ഉത്തരം കറക്റ്റ്. പറയാം. എനിക്ക് ഫേവറേറ്റ് മൂവി എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഫേവറേറ്റ് ടൈപ്പ് ഓഫ് മൂവീസ് കോമഡി. ഞാനാണ് പൊക്കിയത് ഫസ്റ്റ്. കോമഡി. ഞാൻ ചോദിക്കാൻ ക്വസ്റ്റ്യൻ ഇവർക്ക് ചോദിക്കണല്ല, ഞാൻ ജസ്റ്റ് ചോദിക്കാൻ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നാണ്. പറ. 2 ആയിരുന്നു, 3 ആയ? ഇല്ല, 4 ആയി. 4232. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടെ. അല്ല, യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ്? 19.2. ഇല്ല, 90.3K. ഇന്നലെയാണ് ഇന്നാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ വിജയകരമായി ഹൂ നോ മീ ബെറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ചിത്തൂനാണ്. മാർക്ക് 8 മാർക്ക്. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? 15 ക്വസ്റ്റ്യൻ. അതിൽ ഒരെണ്ണം നമ്മള് കട്ട് ചെയ്തായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. ഇവക്ക് 4 മാർക്ക് ഉള്ളവർ എന്തിനാ എത്തിയ എന്തോ. ഇവക്ക് 4. അവർക്ക് അറിയാം, അവള് പിന്നെ കൈ പൊക്കിയപ്പോഴത്തേക്കും. അപ്പൊ ഇനി അടുത്ത ഹൂ നോ മീ ബെറ്റർ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇവരുടെ ആരെങ്കിലും ഒരാളായിരിക്കും. അപ്പോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തിനാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.